കുരിശിൽ യേശു പറഞ്ഞ 7 മൊഴികളിൽ 4-ാമത്തെ മൊഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബ്രിട്ടീഷ് എഴുത്തുകാരനും സാഹിത്യ പണ്ഡിതനും അൽമായ ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന C.S. ലൂയിസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ക്രൈയിങ് ഈസ് ഓൾ റൈറ്റ് ഇൻ ഇറ്റ്സ് വേ വൈൽ ഇറ്റ് ലാസ്റ്റ്സ്. കരച്ചിൽ നീണ്ടു നിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെതായ രീതിയിൽ ശരിയാണ്. കരച്ചിൽ ശരിയാണ്. ശരിയായ കരച്ചിലുമുണ്ട്, ശരിയല്ലാത്ത കരച്ചിലുമുണ്ട് എന്ന സാരം. അഭിനയം ഉള്ള കരച്ചിൽ അയഥാർത്ഥമാണ്. യേശുവിൻ്റെ കരച്ചിൽ യഥാർത്ഥ കരച്ചിലാണ്. യഥാർത്ഥ കരച്ചിലിൽ കാരണമുണ്ടാവും. യഥാർത്ഥ കരച്ചിൽ അർത്ഥമുള്ളതുമായിരിക്കും. യേശുവിൻ്റെ കരച്ചിലിന് കാരണമുണ്ട്. യേശുവിൻ്റെ കരച്ചിലിന് അർത്ഥവുമുണ്ട്. എന്താണ് യേശുവിൻ്റെ കരച്ചിലിന് കാരണം? എന്താണ് യേശുവിൻ്റെ കരച്ചിൽ തരുന്ന അർത്ഥം? 4-ാമത്തെ മൊഴി ഇപ്രകാരമാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനാണ് നീ എന്നെ കൈവിട്ടത്? ഈ മൊഴി ഒന്നാമത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഗ്രഹണത്തിൻ്റെ സാഹചര്യത്തിലുള്ള നിലവിളിയാണ് ഇത് എന്നത്രേ. ദ ക്രൈ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിവൈൻ എക്ലിപ്സ്. ദൈവഗ്രഹണത്തിൻ്റെ സാഹചര്യത്തിലുള്ള നിലവിളി. എന്താണ് ദൈവഗ്രഹണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂര്യഗ്രഹണം എന്ന വാക്ക് നമുക്ക് പരിചയമുണ്ട്. ഇതിന് സമാനമായി ഉപയോഗിക്കുന്ന പദമാണ് ദൈവഗ്രഹണം. മാർട്ടിൻ ബൂബർ ഈ വാക്ക് വളരെ അർത്ഥവത്തായി ഉപയോഗിച്ചിട്ടുണ്ട്. സൂര്യഗ്രഹണത്തിൽ സൂര്യൻ അവിടെ തന്നെ ഉണ്ട്, അത് നന്നായി പ്രകാശിക്കുന്നുമുണ്ട്. പക്ഷേ ചന്ദ്രൻ സൂര്യൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ നിന്ന് സൂര്യനെ മറയ്ക്കുകയാണ്. അതുകൊണ്ട് സൂര്യൻ്റെ പ്രകാശം ശരിയാംവണ്ണം ഭൂമിയിൽ വരുന്നില്ല. ഭാഗികമായോ പൂർണ്ണമായോ അത് സൂര്യപ്രകാശത്തെ ഭൂമിയിൽ വരുന്നതിന് തടസ്സം നിൽക്കുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് സൂര്യനെ കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് സൂര്യഗ്രഹണം. ദൈവഗ്രഹണം എന്നതും ഇതേ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവം അവിടെ തന്നെ ഉണ്ട്, ദൈവാനുഗ്രഹവുമുണ്ട്. പക്ഷേ അത് നമ്മളിലെത്തുന്നതിന് എന്തോ തടസ്സമുണ്ട്. ദൈവഗ്രഹണം നിലവിളിക്കുവാനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതാണ്. യേശു നിലവിളിക്കുന്നു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ആ നിലവിളിയുടെ സാഹചര്യം ദൈവഗ്രഹണത്തിൻ്റെ സാഹചര്യമാണ്. ദൈവത്തിങ്കൽ നിന്നും നാം സുരക്ഷിതത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിങ്കൽ നിന്നും നാം കരുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കരുതലും സ്നേഹവും നമുക്ക് ലഭ്യമല്ല എന്ന് നാം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ നിലവിളിച്ചു പോകും. ദൈവഗ്രഹണത്തിൻ്റെ സമയമാണ്. സ്റ്റാൻ സ്വാമി ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു, ഒരു മിഷണറി ആയിരുന്നു. വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ട ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി. അദ്ദേഹം അവിടെ നീതിക്ക് വേണ്ടി നിലവിളിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാക്കപ്പെട്ട ആ മനുഷ്യൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനാണ് നീ എന്നെ കൈവിട്ടതെന്ന്. ശരിയായ ചികിത്സ കിട്ടാതെ, നന്നായി ആഹാരം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ അദ്ദേഹം അവിടെ കിടന്ന് മരണപ്പെടുകയാണ്. വെള്ളം തൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും, പക്ഷെ എടുത്തു കുടിക്കാൻ നിർവാഹമില്ല. പാർക്കിൻസൺസ് എന്ന അസുഖം കാരണം കൈക്ക് വിറയലുള്ളതുകൊണ്ട് വെള്ളം ചുണ്ടോടടുപ്പിക്കുമ്പോഴേക്കും അത് ചിതറിപ്പോയിരിക്കും. വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കുവാനും രോഗത്തിന് ചികിത്സ ശരിയാംവണ്ണം കിട്ടുകയും ചെയ്യാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ആ മനുഷ്യനും ഒടുവിൽ നിലവിളിച്ചിട്ടുണ്ടാകും: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ഏതൊരു ഭക്തനും അവൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വിളിക്കേണ്ടി വരും. ഇത് ദൈവഗ്രഹണത്തിൻ്റെ സാഹചര്യമാണ്. മനുഷ്യൻ്റെ വേദനയോടുള്ള ദൈവത്തിൻ്റെ താതാത്മ്യപ്പെടലാണ് 4-ാമത്തെ മൊഴിയിൽ നമുക്ക് കാണാൻ കഴിയുക. ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ജീവിത സാഹചര്യത്തെ യേശു തൻ്റെ മൊഴിയിലൂടെ വ്യക്തമാക്കുകയാണ്. രണ്ടാമതായി, വേർപാട് ദുഃഖത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിയാണ് ഇത്.
ദ ക്രൈ ദാറ്റ് റൈസസ് ഫ്രം ദ സോറോ ഓഫ് സെപ്പറേഷൻ. വേർപാട് ദുഃഖത്തിൽ നിന്ന് ഉയരുന്ന നിലവിളി. വേർപാട് ദുഃഖമാണ്. യേശുവിന് വേർപാട് ദുഃഖമുണ്ടായി. ആരിൽ നിന്നാണ് വേർപെട്ടത്? പിതാവായ ദൈവത്തിൽ നിന്നും പുത്രനായ ദൈവം വേർപെടുന്നു. യേശു എപ്പോഴും പറയാറുണ്ട്, ഞാനും പിതാവും ഒന്നാണെന്ന്. പിതാവുമായി ഒന്നായിരുന്ന യേശു പിതാവിൽ നിന്നും വേർപെട്ടു. ഭാരതത്തിലെ ഉപനിഷത്ത് ചിന്തയുമായി ഞാനിതിനെ ബന്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉപനിഷത്തുകളിൽ ജീവാത്മാവ്, പരമാത്മാവ് എന്നിങ്ങനെ ആത്മാവിനെ രണ്ടായി പറയുന്നുണ്ടെങ്കിലും ഇത് രണ്ടല്ല, ഒന്നാണെന്നാണ്. പരമാത്മാവ് നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ആ ശക്തിവിശേഷമാണ്. ജീവാത്മാവ് നമ്മളിൽ തന്നെയുള്ള ആത്മാവാണ്. ഇത് രണ്ടല്ല, ഇത് തമ്മിൽ വേർപെടാൻ പാടില്ല. അങ്ങനെ വേർപെട്ടാൽ അത് ദുഃഖമാണ്. വേർപെടുന്നതിന് കാരണം മായയാണ്, അവിദ്യയാണ്. ഒരുവൻ്റെ പാപമാണ് ഒരുവനെ പരമാത്മാവിൽ നിന്നും വേർപെടുത്തുന്നത്. യേശു ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുകയാണ്. പരമപിതാവ്, പരബ്രഹ്മം. പിതാവുമായി ഒന്നായിരുന്ന യേശു ആ പിതാവിൽ നിന്നും വേർപെട്ടു. ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും വേർപെട്ടു. പാപം കാരണമാണ് ഈ വേർപാട് സാധാരണ സംഭവിക്കുക. യേശു അല്ല ഇവിടെ പാപം ചെയ്തത്. യേശു നമ്മുടെ പാപം ചുമന്നുകൊണ്ടാണ് കുരിശിന്മേൽ കയറിയത്. ആ പാപമാണ് പിതാവിൽ നിന്നും ഉള്ള ഈ വേർപാടിന് കാരണമായി തീർന്നത്. ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും വേർപെട്ടാൽ അത് ദുഃഖ കാരണമാണ്. ആ ദുഃഖമാണ് ഈ നിലവിളിയിൽ കലാശിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനാണ് നീ എന്നെ കൈവിട്ടത് എന്ന നിലവിളി. എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ കഴിയും? നിരന്തരമായ തപശ്ചര്യയിലൂടെ യേശുവിൻ്റെ ഈ നിലവിളി തപസ്സനുഷ്ഠിക്കലാണ്. പിതാവിനോട് വീണ്ടും ഒന്നാകണം എന്നുള്ള അവൻ്റെ അദമ്യമായ ആഗ്രഹമാണ് ഈ നിലവിളിയിലുള്ളത്. ദൈവത്തിങ്കൽ നിന്നും വേർപെട്ടാൽ തിരിച്ചു പോയേ പറ്റൂ, ആ ബന്ധം പുനഃസ്ഥാപിച്ചേ പറ്റൂ. അതിന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ നിലവിളി വേർപാട് ദുഃഖത്തിൽ നിന്നുണ്ടായ നിലവിളിയാണ്. മൂന്നാമത്, ഇതൊരു സത്യാഗ്രഹിയുടെ നിലവിളിയാണ്. യേശു കർത്താവിൻ്റെ കുരിശുമരണത്തെ സത്യാഗ്രഹം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. സത്യാഗ്രഹം എന്നതൊരു സമരമാർഗമാണ്. സത്യാഗ്രഹം ചെയ്യുന്നയാൾ സത്യാഗ്രഹിയാണ്. എല്ലാ സത്യാഗ്രഹങ്ങളും നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എവിടെ നീതിരാഹിത്യമുണ്ടാകുമോ അവിടെ സത്യാഗ്രഹത്തിനുള്ള സാധ്യതയുണ്ടാകും. സത്യാഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം സത്യത്തിനായുള്ള ആഗ്രഹം എന്നാണ്, നീതിക്കായുള്ള ആഗ്രഹം. യേശു സത്യത്തിനായുള്ള ആഗ്രഹത്തിന് വേണ്ടി കുരിശിൽ കയറി. സത്യം, സത്ത, പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി യേശു കുരിശിൽ യാഗമായി മാറുകയാണ്. അതുകൊണ്ടാണ് അത് സത്യാഗ്രഹമായി മാറുന്നത്. ഋഗ്വേദത്തിൽ ഇങ്ങനെ മനോഹരമായൊരു സൂക്തമുണ്ട്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഏകം സത്, സത്യം ഒന്നേ ഉള്ളൂ. ഏക ദൈവം, ഒരേ ഒരു സത്യം. ആ സത്യത്തെ വെളിപ്പെടുത്തുകയാണ് യേശു കർത്താവിൻ്റെ ഉത്തരവാദിത്വമായിരുന്നത്. ആ ദൗത്യം നിർവഹിക്കാൻ യേശു കുരിശിൽ മരിക്കുകയാണ്, കുരിശിൽ കഷ്ടമനുഭവിക്കുകയാണ്. ഈ കാലത്തെ സത്യാനന്തരകാലം എന്ന് പലരും വിശേഷിപ്പിച്ച് കാണാറുണ്ട്. എന്താണ് സത്യാനന്തരകാലം എന്ന് വെച്ചാൽ, വൈകാരികമായ കാരണങ്ങൾ കൊണ്ട് അസത്യങ്ങളും സത്യമായി തീരുന്ന കാലം. സത്യത്തെ നിർണയിക്കുന്നത് വൈകാരികമായ ഘടകങ്ങളായി തീരുന്ന കാലം. ഇതാണ് സത്യം എന്ന് നമുക്കറിയാം. പക്ഷേ ബഹുഭൂരിപക്ഷവും അത് അംഗീകരിക്കുകയില്ല. ഇത് അസത്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ അതാർക്കും മനസ്സിലാവുകയുമില്ല. സത്യത്തെ സത്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത കാലം, അസത്യത്തെ അസത്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത കാലം, ഇതാണ് സത്യാനന്തരകാലം. ഈ സത്യാനന്തരകാലത്തിൽ സത്യത്തിനായി ആഗ്രഹിക്കുക, സത്യാഗ്രഹം ചെയ്യുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. സത്യം നഷ്ടപ്പെടുമ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് സഹനത്തിലൂടെ മാത്രമേ കഴിയൂ. അവിടെ നിലവിളി ഉണ്ടാകും. യേശുവിൻ്റെ നാലാമത്തെ മൊഴി,
സത്യാഗ്രഹത്തിനായുള്ള നിലവിളിയാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവഗ്രഹണത്തിൻ്റെ സാഹചര്യത്തിൽ നിലവിളിയുണ്ടാകും. വേർപാട് ദുഃഖത്തിൻ്റെ സാഹചര്യത്തിൽ നിലവിളിയുണ്ടാകും. സത്യാഗ്രഹമുണ്ടായാലും നിലവിളിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതെല്ലാം നമ്മുടെ ജീവിതവുമായും ബന്ധപ്പെട്ടതാണ്. യേശുവിൻ്റെ 4-ാമത്തെ മൊഴി നമ്മുടെ ജീവിതവുമായും ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കഷ്ടതകളുമായി യേശു താദാത്മ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ദൈവം നമ്മെ വഴി നടത്തുമാറാകട്ടെ. ആമേൻ.